സിദ്ധസൗഖ്യം അസ്മദാചാര്യപര്യന്താം വന്ദേ പരമ്പരാ ഭഗവത്പാദം ശങ്കരാചാര്യം പ്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാവി വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ചതുർത്ഥാന്യ ഭാഷ്യം കഥം പുനരുപാസനസ്യ പക്ഷപ്രാപ്തിയവത പാരിശേഷ്യാത്മവിജ്ഞാനസ്മൃതി സന്തതം നിത്യവീത്യഭേദം പാഠം യദ്യപ്യേവം ശരീരാരംഭകസ്യ കർമ്മണോ നിയതഫലത്വാത് സമ്യക് ജ്ഞാനപ്രാപ്തൗ അപി അവശ്യം ഭാവിനി പ്രവൃത്തർ വാങ്മനത്തായാന. ഭാഷകാരൻ പറയുന്നത് എന്താണ്? സമ്യക് ജ്ഞാനപ്രാപ്തൗ അപി, സമ്യക് ജ്ഞാനം പ്രാപിച്ചാലും ജ്ഞാനത്തിനെന്തെങ്കിലും പോരായ്മ കൊണ്ടല്ല, ജ്ഞാനം പൂർണ്ണം തന്നെ. അത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഒന്ന്, എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ശബ്ദശ്രവണ സമകാല ഏവ. ജ്ഞാനം ശബ്ദശ്രവണ സമകാലത്തിൽ തന്നെ ഉണ്ടാകുന്നു. പിന്നെ രണ്ടാമതെന്താ പറഞ്ഞത്? ജ്ഞാനസമകാല ഏവ സംസാര നിവൃത്തി. ജ്ഞാനം ഉണ്ടാകുമ്പോൾ തന്നെ സംസാര നിവൃത്തി സംഭവിക്കുന്നു. അപ്പൊ ശബ്ദം ശ്രവണ സമയത്തിൽ തന്നെ ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ സംസാര നിവൃത്തി, അജ്ഞാന നിവൃത്തി, അജ്ഞാന കാര്യങ്ങൾ നിവർത്തിക്കും. അതിനെന്തു വന്നു? ശബ്ദ ശ്രവണ സമകാലത്തിൽ തന്നെ രണ്ട് സംഭവിക്കുന്നു എന്നായി. ഒന്ന് ജ്ഞാനം, സംസാര നിവൃത്തി. സംസാര നിവൃത്തി വാസ്തവത്തിൽ ശബ്ദ ശ്രവിക്കുമ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു പരമാർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ പ്രവർത്തിച്ചാലും സംസാര നിവൃത്തി സംഭവിച്ചാലും അവശ്യം ഭാവിനി പ്രവൃത്തി വാങ്മനക്കായാണ്. ശരീരം, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങിയവയുടെ പ്രവൃത്തി അത് സംഭവിച്ചു തന്നെ ഇരിക്കും, അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ലബ്ധവൃത്തേഹി കർമ്മണോ ബലീയസ്ത്വ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. കർമ്മം എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ആരംഭിച്ച കർമ്മമാണ്. അത് ഇവിടെ ജ്ഞാനം ഉണ്ടായാലും ജ്ഞാനത്തെ അപേക്ഷിച്ച് ബലമാണ്. വാക്ക്, മനസ്സ്, ശരീരം കൊണ്ടുള്ള പ്രവൃത്തികൾ ജ്ഞാനത്തെക്കാൾ ബലമായിരിക്കും. എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ അത് കീഴ്പ്പെടുത്തുന്നു എന്നർത്ഥം. മുക്തിഷ്വാദി പ്രവൃത്തിവത്. മുക്ത ഇഷു ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്ന ഒരു ഉദാഹരണമാണ്. അമ്പ് വില്ലിൽ നിന്നും തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് യാതൊരു നിയന്ത്രണമില്ല അതിന്റെ മേൽ. യാതൊരു തരത്തിലുള്ള അതുവരെയുണ്ട് നിയന്ത്രണം.
താൻ ഏതൊരു ലക്ഷ്യത്തെയാണോ ഉന്നം വയ്ക്കുന്നത് അവിടെ തന്നെ തൊടുക്കാൻ അയാൾക്ക് കഴിയും. പക്ഷെ അത് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതിൽ തന്നെ ഇരിക്കുന്ന വേഗസംസ്കാരം അമ്പിൽ തന്നെയുണ്ട്. അതിനെ ആശ്രയിച്ച് അത് പോകുന്നു. അത് വിട്ടയാളിന് അതിൽ യാതൊരു നിയന്ത്രണവുമില്ല. ഒരു തരത്തിലുള്ള നിയന്ത്രണമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണത്തെ കാണിക്കുന്നത്. അതുപോലെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ല ഈ പ്രാരബ്ധത്തിന്. അതിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ആ സംസ്കാരം തന്നെ, കർമ്മം തന്നെയാണ്. അതിൽ ഒരു ലേശം പോലും അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ, അതിന്റെ ഗതിയിലൊരു മാറ്റം വരുത്താൻ, അസ്ത്രം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ ഗതിയിലൊരു മാറ്റം വരുത്താൻ ഏതെങ്കിലും തരത്തിൽ സാധ്യമല്ല. അതെല്ലാം അതിന് മുമ്പാകും. ഇപ്പോ ആ അസ്ത്രത്തിൽ വേഗം എന്ന് പറയുന്ന ആ സംസ്കാരം രൂപപ്പെടുന്നത് വരെ, അത് രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ അസ്ത്രാഭ്യാസത്തെ പരിശീലിക്കുന്നത്, പിന്നെ അതിൽ ഉന്നത്തെ നോക്കുന്നത്, ഞാണ് കെട്ടി വില്ല് വളച്ച് അസ്ത്രത്തെ വിടുന്നത്, അതെല്ലാം സംസ്കാരത്തിനുണ്ടാകും. അതുപോലെ മുമ്പ് ചെയ്തിട്ടുള്ള സർവപ്രവൃത്തികളും അതിന്റെ സംസ്കാരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു. ആ സംസ്കാരത്തിൽ തനിക്ക് യാതൊരു സ്വാധീനമില്ല. എന്തുകൊണ്ട്? കാരണം കർമ്മം, പ്രവൃത്തി, വാക്, ശരീര, മനസ്സുകളെ കൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി സ്വന്തം അഹന്ത കൊണ്ട് ചെയ്യുന്നതാണ്. അത് കർത്തും അകർത്തും അന്യഥാകർത്തും എല്ലാം തനിക്ക് സ്വാധീനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. തന്റെ അഹന്തയാണ് ആ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. സംസ്കാരത്തിന്, അഹന്തയ്ക്ക് യാതൊരു നിയന്ത്രണവും, ശരീരവാക്ക മനസ്സുകൾക്കൊന്നും അതിന് യാതൊരു അതിനെ നിയന്ത്രിക്കാൻ. കാരണം അത് അതീന്ദ്രിയമാണ്. മുഖ്യമായിട്ട് സംസ്കാരം അതീന്ദ്രിയമാണ്, ഇന്ദ്രിയ വിഷയമല്ല, മനസ്സിന് വിഷയമല്ല, അഹന്തയുടെ വിഷയമല്ല. അപ്പോൾ അതീന്ദ്രിയമായിരിക്കുന്ന സംസ്കാരം പ്രവർത്തിച്ചു തുടങ്ങിയാൽ അതിന് ജന്മത്തിന് കാരണമായ പ്രാരബ്ധം എന്ന് പറയുന്നു. അത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ അതായി ജന്മം. അവിടെ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അതിൽ ഇല്ല, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവിടെ പുരുഷാർത്ഥം, അഹന്ത എല്ലാം ഇപ്പോഴും ഉണ്ടല്ലോ. അഹന്ത ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരാളുടെ അഹന്തയുണ്ട്. അപ്പോൾ ഈ സംസ്കാരത്തിൽ എന്ന് പറയുന്ന അതീന്ദ്രിയമാണ്. പക്ഷെ അഹന്ത പ്രത്യക്ഷമാണല്ലോ. സങ്കല്പങ്ങൾ, അതിനനുസരിച്ച് വരുന്ന പ്രവൃത്തി, ഇതെല്ലാം പ്രത്യക്ഷമാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ അഹന്ത കൊണ്ട് നിയന്ത്രിച്ചൂടെ? അഹന്ത കൊണ്ട് ഈ കർമ്മത്തെയും, കാരണം അഹന്ത പ്രത്യക്ഷമായിരിക്കും, സംസ്കാരം അതീന്ദ്രിയമായിരിക്കും. സംസ്കാരത്തിന്റെ ഫലമായാണ് ശരീരം ഉൾപ്പെടെ എല്ലാം ഉണ്ടായത്. പക്ഷെ അതിൽ പ്രത്യക്ഷമായ അഹന്തയും മറ്റുമുണ്ട്. ഈ അഹന്ത ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രാരബ്ധത്തെ നിയന്ത്രിച്ചൂടെ? നിയന്ത്രിക്കാം. പക്ഷെ അങ്ങനെ പ്രാരബ്ധത്തിൽ പ്രകടമാകുന്ന അഹന്ത കൊണ്ട് പ്രാരബ്ധത്തിൽ വരുന്ന നിയന്ത്രണങ്ങൾ എല്ലാം ആത്യന്തികമായി ആ സംസ്കാരത്തിന് അധീനമായിരിക്കും. അപ്പൊ സംസ്കാരം അനുവദിക്കുന്നുണ്ടെങ്കിൽ അഹന്തയ്ക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. സംസ്കാരം അനുവദിച്ചില്ലെങ്കിൽ അഹന്തയ്ക്ക് അത് കഴിയില്ല. അപ്പോൾ അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം സംസ്കാരത്തിനാണ്. സ്വേച്ഛയാ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടല്ലോ. തത്വജ്ഞാനി കിഴക്കോട്ട് പോകണമോ വടക്കോട്ട് പോകണമോ എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് കിഴക്കോട്ട് പോകണം, സ്വേച്ഛാപ്രവൃത്തി അതാണ്.
എനിക്ക് സമുദ്രത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ഹിമാലയത്തിലേക്ക് പോകണം, സ്വേച്ഛാപ്രവൃത്തി. സ്വയം ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അവിടെയൊക്കെ സ്വാതന്ത്ര്യം കാണുന്നുണ്ടല്ലോ തത്വജ്ഞാനം. സർവവും പ്രാരബ്ധ അധീനം എന്നങ്ങനെ പറയും. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, തത്വജ്ഞനിൽ പ്രത്യക്ഷമായി അനുഭവപ്പെടുന്ന ഈ സ്വാതന്ത്ര്യം പോലും അതും ആ പ്രാരബ്ധത്തിന് അധീനമായിട്ടാണ്. അതിനെ നിയന്ത്രിക്കുന്നുള്ളൂ പ്രാരബ്ധം. സ്വാതന്ത്ര്യത്തിനും ആധാരമായി നിൽക്കുന്നതാണ് ആ സംസ്കാരം. ആ സ്വാതന്ത്ര്യം എന്താണ്? ആ സംസ്കാരം കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അതാണ്. അല്ലാതെ നിരപേക്ഷമായ സ്വാതന്ത്ര്യമില്ല. അത് സംസ്കാരത്തെ അപേക്ഷിക്കുന്നു. അപ്പൊ സ്വാതന്ത്ര്യമില്ലെന്നോ, സ്വന്തമായ ഇച്ഛയില്ലെന്നോ, അഹന്തയെ മുൻനിർത്തിയുള്ള പ്രവൃത്തിയില്ലെന്നോ അല്ല പ്രാരബ്ധത്തിന്റെ അർത്ഥം. അതാണ്. പ്രാരബ്ധം എന്തുകൊണ്ടങ്ങനെ പ്രവർത്തിച്ചു? അതിന്റെ പ്രാരബ്ധം കൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ആഗ്രഹിച്ചില്ലെന്നോ, ആഗ്രഹിച്ച് പ്രവർത്തിച്ചില്ലെന്നോ ഒന്നുമല്ല. അത് പലരും ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ ദുർമാർഗത്തിൽ പ്രവർത്തിച്ചു? അയ്യോ, അത് ഞാൻ എന്ത് ചെയ്യാനും, ഞാൻ മനഃപൂർവ്വം പ്രവർത്തിച്ചതല്ല. എന്തുകൊണ്ട്? എന്റെ സംസ്കാരം അല്ലെങ്കിൽ എന്റെ പ്രാരബ്ധം എന്നെ കൊണ്ടത് ചെയ്യിച്ചാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു, ധരിക്കണം, അതൊന്നും അയാൾ ഇച്ഛിച്ചതല്ല, ആ പ്രവൃത്തിയിൽ അയാളിൽ കർത്തൃത്വമില്ല എന്നൊക്കെ ധരിക്കണമെന്നാണ്. അത് ശരിയല്ല, അത് അസംബന്ധമാണ്. അങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തത്വജ്ഞാനിയായാലും ശരി, അത് അയാൾ ആഗ്രഹിച്ച് ബോധത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ പിന്നെ സർവവും പ്രാരബ്ധം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികളെ കൂടിയും ആ സംസ്കാരം സ്വാധീനിച്ചിരിക്കുന്നു. ആ സംസ്കാരം കൊണ്ട് അയാളുടെ ആഗ്രഹം വരുന്നു, ആ സംസ്കാരം കൊണ്ട് അയാൾ കർത്തൃത്വ ബുദ്ധി വരുന്നു, ആ സംസ്കാരം കൊണ്ട് ആ കർത്തൃത്വ ബുദ്ധിയോടുകൂടി അയാൾ പ്രവർത്തിക്കുന്നു, അതിന്റെ ഗുണമായാലും ദോഷമായാലും അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഒരു അസാധാരണ കാരണമായി, ഒരു വിശേഷ കാരണമായി സർവത്തിനും സംസ്കാരം നിൽക്കുന്നു. അല്ലാതെ ഇച്ഛയും കർത്തൃത്വ ബുദ്ധിയൊന്നും ഇല്ലാതെന്നുള്ള രീതിയിലല്ല അതുകൊണ്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ വ്യത്യാസം എന്താണ്? അജ്ഞനിൽ നിന്നും ജ്ഞാനിൽ നിന്നും. അജ്ഞൻ ഈ തത്വത്തെ ഗ്രഹിച്ചിട്ടില്ല. അയാൾ എല്ലാം ആ ദേഹാത്മബുദ്ധിയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു. ദേഹാത്മബുദ്ധി അയാളിൽ രൂഢമായിരിക്കുന്നു. ആ ദേഹാത്മബുദ്ധിയെ സ്മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ദേഹാത്മബുദ്ധിക്ക് അനുസരിച്ച് അയാളിനുണ്ട് പ്രാരബ്ധം. അത് തത്വജ്ഞാനിക്ക് മാത്രമുള്ള പ്രാരബ്ധം. ശരീരം എടുക്കുന്നതിനുള്ള കർമ്മത്തെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് ജ്ഞാനിക്കും അജ്ഞാനിക്കും എല്ലാവരിലും ഉണ്ട്. പക്ഷെ തത്വജ്ഞാനിയുടെ പ്രാരബ്ധം ആ തത്വജ്ഞാനിക്ക് ജ്ഞാനത്തെ കൊടുക്കുന്നതിനും നിമിത്തമായിരിക്കുന്നു, അതിന് സഹായിക്കുന്നു. അജ്ഞന്റെ പ്രാരബ്ധം ആ ദേഹാത്മബോധത്തെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ഇതേ ഉള്ള വ്യത്യാസമുണ്ട്. രണ്ടുപേരും ഇച്ഛ, യത്നം ഇതിനെയൊക്കെ മുൻനിർത്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനം കൊണ്ട് അവിടെ അജ്ഞാനം നശിച്ചിരിക്കുന്നു. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം ഉണ്ടായില്ല, അജ്ഞാനം നശിച്ചില്ല. അപ്പോൾ അയാളുടെ എല്ലാ പ്രവൃത്തിക്കും അജ്ഞാനം കൂടി ഹേതുവാണ്. തത്വജ്ഞാനം കൊണ്ട് നശിക്കാത്ത അജ്ഞാനം, അവിവേകം, അതുകൂടി ഹേതുവാണ്. ജ്ഞാനിയിലാണെങ്കിൽ തത്വജ്ഞാനം നശിച്ചു, തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. പക്ഷെ കേവലം ആ സംസ്കാരം മാത്രം. അജ്ഞാനം നശിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ആ സംസ്കാരം, ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ജ്ഞാനി അജ്ഞാനത്തെ ഒഴിവാക്കിയിട്ട് കേവലം ആ സംസ്കാരത്തെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവിടെ ഇച്ഛയും കർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്നു. ചിലപ്പോൾ കർമ്മത്തിൽ ദോഷങ്ങളും സംഭവിക്കാം. ഗുണം മാത്രം സംഭവിക്കണമെന്നില്ല.
ദോഷങ്ങളും അവിടെ സംഭവിക്കാം. പക്ഷെ ഒന്ന് അജ്ഞാന നാശം, മറ്റൊരു അജ്ഞാനം നശിക്കുന്നില്ല എന്നുള്ളത് ഒരു അസാധാരണമായ കാരണമായി അവിടെ സംസ്കാരം നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടെ സംസ്കാരത്തിന് പ്രാധാന്യം വരുന്നു. ജ്ഞാനിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയും അത് പ്രാരബ്ധമാണ്, പ്രാരബ്ധമാണ്. അജ്ഞന്റെ കാര്യം പറയുമ്പോൾ അത് പറയാറില്ല. അവനെന്തുകൊണ്ടത് പ്രവർത്തിച്ചാൽ അവന്റെ അഹങ്കാരം കൊണ്ട്, അവന്റെ അഹന്ത കൊണ്ട്, അവന്റെ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി ഉണ്ടെന്ന് പറയും. പ്രാരബ്ധം കൊണ്ടെന്ന് പറയത്തില്ല. എന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നു? കാരണം മുമ്പ് പറഞ്ഞത് തന്നെ, അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാന കാരണമായിരിക്കുന്ന അജ്ഞാനമാണ്. അവിടെ പ്രാരബ്ധമുണ്ടെങ്കിലും അയാളിൽ പ്രാധാന്യം പ്രാരബ്ധ സംസ്കാരത്തിനല്ല, അജ്ഞാനത്തിനാണ്. അപ്പം അജ്ഞാനം ഹേതുവായാണ് അയാളുടെ എല്ലാ പ്രവൃത്തികളും. അതുകൊണ്ട് അവിടെ അജ്ഞാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പ്രാരബ്ധത്തെ മുഖ്യ കാരണമായി പറയത്തില്ല. പക്ഷെ ജ്ഞാനിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ അജ്ഞാനം നശിച്ചിരിക്കുന്നു. അജ്ഞാനം നശിച്ചതുകൊണ്ട് അവിടെ പ്രാരബ്ധമേ ഉള്ളതിന്റെ മുഖ്യ കാരണമായിട്ട്. അതുകൊണ്ടാണ് ജ്ഞാനിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, അവൻ അജ്ഞാനം കൊണ്ട് പ്രവർത്തിച്ചെന്ന് പറയത്തില്ല, അഹന്ത കൊണ്ട് പ്രവർത്തിച്ചെന്ന് പറയത്തില്ല, കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ചെന്ന് പറയത്തില്ല. പിന്നെ എന്ത് പറയും? കേവലം പ്രാരബ്ധ കർമ്മം കൊണ്ട് പ്രവർത്തിച്ചെന്ന് പറയും. രണ്ടിന്റെയും ഫലവും വ്യത്യാസമാണ്. കാരണം അജ്ഞാനത്തോടുകൂടിയ അഹന്ത, മമത, ഇതുകൊണ്ടുള്ള കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ അടുത്ത ജന്മത്തിന് ഹേതുവാണ്. ജ്ഞാനി പ്രാരബ്ധം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനത്തിന്റെ സഹായത്തോടുകൂടിയാണ്. ജ്ഞാനം എങ്ങനെ സഹായിക്കുന്നു? കാരണം ആത്മാവസംഗമാണ്, ആത്മാവിൽ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയില്ല. ഇക്കാര്യത്തിൽ ജ്ഞാനി സംശയലേശമന്യെ ബോധിച്ചിരിക്കുകയാണ്. അങ്ങനെ ബോധിച്ചിരിക്കുന്നതുകൊണ്ട് കേവലം പ്രാരബ്ധത്തെ ആശ്രയിച്ച് ജ്ഞാനി പ്രവർത്തിച്ചാലും ആ കർമ്മങ്ങൾക്ക് ഫലത്തെ കൊടുക്കുന്നതിനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ കർമ്മങ്ങൾ ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഇതാണ് രണ്ട് വ്യത്യാസം. ഒരിടത്ത് കേവലം പ്രാരബ്ധം മാത്രം, മറ്റൊരിടത്ത് അജ്ഞാനസഹിതമായ പ്രാരബ്ധം. ഇവിടെ തത്വജ്ഞനിൽ മുക്തേശ്വത് വിശ്വാദി പ്രവൃത്തിവത് ആ സംസ്കാരം ഉണ്ട്. തത്വജ്ഞാനത്തിന് ശേഷവും അത് നിലനിൽക്കുന്നു. തേന പക്ഷേപ്രാപ്തം ജ്ഞാനപ്രവൃത്തി ദൗർബല്യം. അതുകൊണ്ട് എന്ത് വരുന്നു? നമ്മുടെ വാസ്തവത്തിൽ വാക്യശ്രവണം, ശബ്ദം ശ്രവിച്ചു, ആ ശബ്ദത്തെ ശ്രവിച്ച് അയാൾക്ക് ബോധമുണ്ടായി, തന്റെ സ്വരൂപത്തെക്കുറിച്ച് ബോധമുണ്ടായി. അത് സദാപ്രാപ്തമായിരിക്കേണ്ടതാണ്. കാരണം ആ ബോധം തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. ആ ബോധത്തിന് മാറ്റം വരാതെ സദാ നിൽക്കേണ്ടതാണ്. ആ ബോധം സദാ നിന്നാണ്. മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണോ, എങ്ങനെയാണോ അജ്ഞാന ദേഹാത്മബുദ്ധി സദാ നിൽക്കുന്നത്, അജ്ഞന ദേഹാത്മബുദ്ധി സദാ നിൽക്കുന്നതിന് വേണ്ടി അയാൾക്ക് അതിനെ അനുഭവിക്കുകയോ സ്മരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടിന്റെ ആവശ്യം അതവിടെ ഉണ്ട് എന്നർത്ഥം. നമ്മൾ അത് സ്മരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനെക്കുറിച്ചുള്ള ബോധമുണ്ട്. ആ ബോധം, അത് ബോധത്തിന്റെ ഒരു, എന്റെ മുമ്പിൽ പുസ്തകമുണ്ട്, കേൾവിക്കാറുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുസ്തകത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റു ബോധങ്ങൾ നഷ്ടപ്പെടുന്നു എന്നർത്ഥമില്ല. കേൾവിക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധം നഷ്ടപ്പെടുന്നില്ല, അതവിടെ ഉണ്ട്. പക്ഷെ ഒന്നിന് പ്രാധാന്യം വരുന്നു, മറ്റൊന്ന് കീഴ്പ്പെട്ടു പോകുന്നു.
ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തത്വശബ്ദത്തിൽ നിന്ന് തത്വജ്ഞാനം ഉണ്ടായി, തന്റെ സ്വരൂപം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ അടുത്ത നിമിഷം മുക്ത വിഷുവ ആ പ്രാരബ്ധ വേഗം അത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, കർണങ്ങൾ, ശരീരം ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നു നാനാ ജ്ഞാനങ്ങൾ. ജ്ഞാനം മാത്രമല്ല, കാമ, ഇച്ഛ തുടങ്ങി പല വിഷയങ്ങൾ, ക്രോധം, ഇതെല്ലാം വരുന്നു. ഇത് വരുമ്പോൾ മുമ്പ് തന്റെ ഉള്ളിൽ പ്രകാശിച്ച ആ ജ്ഞാനത്തെ അത് കീഴ്പ്പെടുത്തി കളയും. ഈ പറഞ്ഞതുപോലെ ഒരു ജ്ഞാനം പ്രബലമായി വരുമ്പോൾ മറ്റത് കീഴ്പ്പെട്ടു പോകും. സൂര്യന്റെ വെളിച്ചത്തിൽ മെഴുകുതിരിയുടെ വെളിച്ചം നിഷ്പ്രഭമായി പോകും, ഒന്നുമല്ലാതായിത്തീരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് പറയുന്നത് പക്ഷപ്രാപ്തം ജ്ഞാനപ്രവൃത്തേ. ജ്ഞാനം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ അത് ദുർബലമായി പോകുന്നു. ജ്ഞാനപ്രവൃത്തി ദുർബലമായി കഴിഞ്ഞാൽ, ആ ജ്ഞാനപ്രാപ്തി ദുർബലമായി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അതിന്റെ അനന്തരഫലമായി വരുന്ന മുക്തി തുടങ്ങിയ കാര്യങ്ങളും ദുർബലമാകും. ജ്ഞാനപ്രാപ്തിയുടെ ഫലമാണ് മുക്തി. ജ്ഞാനം നേരത്തെ പറഞ്ഞല്ലോ, ജ്ഞാനം പ്രാപിക്കുമ്പോൾ തന്നെ സംസാര നിവൃത്തി സംഭവിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുമ്പോൾ തന്നെ മുക്തി സംഭവിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? താൻ സുഖദുഃഖാദികൾക്ക് അതീതനാണ്, താൻ അസംഗനാണ്, നിർവികാരിയാണ് എന്നുള്ള ബോധം തന്നിൽ നിന്നുള്ള ദുഃഖത്തെ അകറ്റുന്നു. അപ്പോൾ തന്നിൽ ദുഃഖമില്ല എന്ന് ബോധിക്കുന്നു. താൻ സുഖദുഃഖാദികൾക്ക് അതീതനാണെന്ന് ബോധിക്കുന്നു. തന്നിൽ ദുഃഖമില്ലെന്ന് ബോധിച്ചാൽ പിന്നെ എവിടെയാ ദുഃഖാനുഭവം? പിന്നെ ദുഃഖാനുഭവത്തിന് പ്രസക്തിയില്ല. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഈ പറഞ്ഞ പ്രാരബ്ധം കൊണ്ടുള്ള മറ്റു ചിന്തകൾ വരുന്നു, ദേഹാത്മബുദ്ധി ഉൾപ്പെടെയുള്ളത് വരുന്നു, വീണ്ടും ദുഃഖത്തിനാണ് രൂപപ്പെടുന്നത്. ഇതാണ് സാധാരണ കണ്ടുവരുന്നത്, എല്ലാവരും അനുഭവിച്ചു വരുന്നു. ഇതാണ് അതിന് പറയുന്നതാണ് ബോധമുണ്ടായി, ബോധം വിസ്മരിച്ചു പോയി, ബോധം കീഴ്പ്പെട്ടു പോയതാണ്. പ്രമാണജന്യമായ ബോധം. ഇവിടെ പറയുന്ന സ്വരൂപബോധത്തെക്കുറിച്ചല്ല. അതിന് വേർതിരിച്ചും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം വിപരീത ബുദ്ധിയോടെ കിരിയും. തത്വമസി എന്ന് പറയുന്നത് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തത്വമസി എന്ന് പറയുന്ന വാക്യത്തിൽ നിന്നും ബോധം ഉണ്ടാകുന്നു എന്നാണ് അന്ധകരണത്തിൽ. അത് ഇനി വരുന്ന ഭാഗത്ത് ചർച്ച ചെയ്യും. സ്വരൂപബോധം സദാ ഉണ്ട്, അത് സ്വയം പ്രകാശമാണ്. പക്ഷെ അതുണ്ടായിട്ടും പ്രയോജനമില്ല, താൻ ബദ്ധനായിരിക്കുന്നു, തനിക്ക് മുക്തിയില്ല, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ സ്വരൂപബോധം കൊണ്ട് അജ്ഞാന നിവൃത്തിയോ ബന്ധനിവൃത്തിയോ മുക്തിയോ ഒന്നും സാധിക്കത്തില്ല. അത് സർവജഗതാധാരമായി സദാ പ്രകാശിക്കുകയാണ്. പക്ഷെ ജീവൻ ഈ മുക്തിയിൽ നിന്ന് സ്വതന്ത്രനാകുന്നതിന് വേണ്ടി ജ്ഞാനത്തെ ആശ്രയിക്കുന്നു. അങ്ങനെ ജീവൻ ആശ്രയിക്കുന്ന ജ്ഞാനം, അതിനാണ് പ്രമാണജന്യമായ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം, പ്രമാണജന്യമായ ജ്ഞാനം തന്റെ ഉള്ളിൽ ഉണ്ടായാലും അതിനെ വീണ്ടും വരുന്ന പ്രാരബ്ധ കാര്യങ്ങൾ, ജ്ഞാനം തുടങ്ങിയ കാര്യങ്ങൾ അതിനെ ദുർബലപ്പെടുത്തുന്നു. പക്ഷപ്രാപ്തം ജ്ഞാനപ്രവൃത്തി ദൗർബല്യം. അപ്പോ അതിനെന്താ അവന് പരിഹാരം പറയുന്നു? തസ്മാത് ത്യാഗവൈരാഗ്യാദി സാധന ബലാവലംബേന ആത്മവിജ്ഞാന സ്മൃതി സന്തതിർ നിയന്തവ്യാഭവം. ഇവിടെയാണ് സന്യാസത്തിന്റെ ആവശ്യം വരുന്നത്.
സന്യാസം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ ലോകം നന്നാക്കാനൊന്നുമുള്ളതല്ല. ഒരു തരത്തിലുള്ള ബഹിർമുഖ പ്രവൃത്തിക്കും വേണ്ടിയുള്ളതല്ല സന്യാസം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ഇപ്പൊ സന്യാസം ഇല്ല, സന്യാസിമാരും ഇല്ല. അത് അംഗീകരിച്ചാൽ മതി. സന്യാസിമാരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. സന്യാസിമാർ അംഗീകരിക്കണം, നമ്മൾ സന്യാസിമാരല്ല. അതിന്റെ വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ്, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് പരമാർത്ഥമാണ്. ബഹിർമുഖമായി പ്രവർത്തിക്കുന്നവരാരും സന്യാസിമാരാണ്. സന്യാസം എന്ന് പറയാൻ പറ്റത്തില്ല. ജ്ഞാനത്തിന് ശേഷം സന്യാസം, ജ്ഞാനത്തിന് ശേഷം സന്യാസം വേണം. അതിൽ യാജ്ഞവൽക്കന്റെയും മറ്റും ഉദാഹരണം പറയും. യാജ്ഞവൽക്കൻ ജ്ഞാനിയായിരുന്നു, പക്ഷെ വീണ്ടും സന്യസിച്ചു. ജ്ഞാനം ഉണ്ടാകുന്നതിന് സമ്പത്തും ഭാര്യയും ഒന്നും തടസ്സമായിരുന്നില്ല. പക്ഷെ ജ്ഞാനം ഉണ്ടായപ്പോൾ ഇതെല്ലാം തടസ്സമായി. അപ്പൊ അതിനുപേക്ഷിച്ചു. ഇന്ന് സന്യാസിമാർ ജ്ഞാനം ഉണ്ടായതിനു ശേഷമാണ് ഇതിലൊക്കെ കയറി പിടിക്കുന്നത്. അതുവരെ മര്യാദക്കാരായിരിക്കും, അതുവരെ പ്രശ്നമൊന്നുമില്ല. വേദാന്തം കേട്ട് കഴിയുമ്പോൾ പിന്നെ ത്യജിച്ചതെല്ലാം പിന്നെ വീണ്ടും വേണം, അങ്ങോട്ട് പോകും. അതുകൊണ്ട് ആണ് ഭാഷ്യകാരൻ സന്യാസത്തിന് ഇത്രയും വലിയ ഇത് കൊടുക്കുന്നത്. അത് ബഹിർമുഖമായ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക തന്നെയാണ്. അതിന് വേറെ അർത്ഥമൊന്നും അദ്വൈതത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. തത്വജ്ഞാനത്തിൽ പറയാനോ, പക്ഷെ സന്യാസത്തിൽ അത് പറയാൻ പറ്റത്തില്ല. ചോദിക്കും ലോകസേവനോ, സന്യാസത്തിൽ അതില്ല. പിന്നെ കർമ്മയോഗത്തിലാണ് അതല്ല. ലോകസേവനവും മറ്റും വരുന്നത് കർമ്മയോഗത്തിൽ. ബഹിർമുഖമായ പ്രവൃത്തികൾ. എന്തുകൊണ്ടവന് ആ കർമ്മത്തിൽ നിന്നവന് മോചിക്കാനുള്ള യോഗ്യതയില്ല. അവൻ കർമ്മത്തിൽ നിന്ന് തന്നെ. അപ്പോൾ അവൻ പ്രവർത്തിക്കുന്നു. ആ കർമ്മം ലോകസേവനമായാലും ശരി, ഏത് തരത്തിലുള്ള കർമ്മമായാലും ശരി, അതെല്ലാം കർമ്മയോഗികൾക്കേ ഉള്ളൂ. സന്യാസത്തില്ല. സന്യാസത്തിന് എന്താണോ ത്യാഗ വൈരാഗ്യാദി സാധന ബലാവലംബേന. ത്യാഗം എന്തിനാ ത്യജിക്കുന്നത്? യാജ്ഞമൊക്കെ എന്താ ത്യജിച്ചത്? തന്റെ ഭാര്യയും സ്വത്തിനെയൊക്കെ ത്യജിച്ചു. സന്യാസം അതൊക്കെയാ ത്യജിക്കുന്നു. എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുന്നത് ഒരിക്കലും സന്യാസമാകത്തില്ല. ത്യാഗം തന്നെയാണ്, ഏത് കാലത്തും ത്യാഗം തന്നെയാണ് സന്യാസം എന്ന് പറയുന്നത്. അത് മനസ്സുകൊണ്ട് ത്യജിച്ച പോലെ ബാഹ്യമായി ത്യജിക്കുന്നു. കേവല ജ്ഞാനത്തിലാണ് മനസ്സുകൊണ്ട് ത്യജിക്കുന്നത്. തത്വജ്ഞാനമുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് ത്യാഗം ശീലിക്കുന്നു. പക്ഷെ അത് പോരെന്നാ പറയുന്നത്. എന്തുകൊണ്ട്? പക്ഷേ പ്രാപ്തം ജ്ഞാനപ്രവർത്തകർ ദൗർബല്യം. അതുകൊണ്ടാണ് ജ്ഞാനം വന്നു, പക്ഷെ അത് ദുർബലമായി പോകുന്നു. ജ്ഞാനം എങ്ങനെയാണ് ദുർബലമാകുന്നത് നമുക്കറിയാം. ബഹിർമുഖമായി കർമ്മത്തിലേക്ക് പോകുമ്പോഴാണ് ജ്ഞാനം ദുർബലമാകുന്നത്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു ത്യാഗവൈര, കർമ്മത്തെ ത്യജിക്കുക. കർമ്മത്തെ ത്യജിക്കണമെങ്കിൽ വൈരാഗ്യം വേണം. പ്രലോഭനങ്ങളാണ് മനുഷ്യനെ ബഹിർമുഖമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രലോഭനങ്ങളില്ലാത്തവനത് പറ്റത്തില്ല. ഉള്ളിലുള്ളിൽ അതുണ്ട്. ലോകസേവനം എന്നൊക്കെ സ്വയം ന്യായീകരിക്കാൻ പറയുമെങ്കിലും ആത്യന്തികമായി അതെല്ലാം ഉള്ളിൽ നിന്നുള്ള പ്രലോഭനങ്ങളാണ്, ലോകേഷണയാണ്. ലോകത്തിൽ നിന്ന് പലതും ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ത്യാഗം എന്ന് പറയുന്നത് കേവലം ഒരു മുഖംമൂടി മാത്രമാണ്. അപ്പോൾ ആ ലോകേഷണം കൊണ്ട്
അങ്ങനെ പ്രവർത്തിച്ചു പോകുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വൈരാഗ്യം ഉണ്ടായാലേ ആ ഏഷണകളെ പറ്റൂ. ഏഷണങ്ങളെ ജയിക്കണമെങ്കിൽ അതിനുള്ള വൈരാഗ്യം വേണം. സമ്പത്ത്, കീർത്തി, അങ്ങനെ എന്തൊക്കെയാണോ അതിനെ പ്രേരിപ്പിക്കുന്നത്, അതിനെ ജയിക്കാൻ വൈരാഗ്യം കൊണ്ടേ പറ്റൂ. വൈരാഗ്യം കൊണ്ട് ത്യാഗം, വിരക്തി, ഉദാസീനത, അങ്ങനെ ഉള്ള സാധന, അങ്ങനെയുള്ള സാധനങ്ങൾ വേണം എന്ന് വെച്ചാൽ സന്യാസ സാധന. ആ സന്യാസ സാധന ബലാവലംബനം, അതിന്റെ ബലം വേണം. ഇല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് ബഹിർമുഖമായി പ്രവർത്തിച്ചു പോകും. അത് ശങ്കരാചാര്യർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സന്യാസത്തെ, കർമ്മയോഗത്തെ അംഗീകരിക്കുന്നു. കർമ്മയോഗം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യും. ആത്മശുദ്ധിക്ക് വേണ്ടി കർമ്മത്തെ ചെയ്യും. അപ്പോൾ സാധന ബലാവലംബേന. അപ്പോൾ ചോദിക്കും, നമ്മളൊരു ചടങ്ങ് നടത്തി കാവ്യ വസ്ത്രമൊക്കെ എടുത്ത് സന്യാസിയായിരിക്കുന്നു എന്നെപ്പോലെ ഉള്ളവർ, അപ്പോൾ എന്നിട്ട് ബഹിർമുഖമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ അപ്പോൾ പേരിന്റെ കൂടെ സ്വാമി എന്ന് കൂടി ചേർത്തിരിക്കുന്നേ ഉള്ളൂ. അതിന് കഴിഞ്ഞ് വിശേഷിച്ചൊന്നുമില്ല. സന്യാസമുണ്ട്. സന്യാസത്തിൽ ബഹിർമുഖമായ പ്രവൃത്തി ഇല്ലാതാകും. പരമാവധി ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത് ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭിക്ഷ, അതാണ്. അതിൽ കവിഞ്ഞുള്ള ഒരു പ്രവൃത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും അതേ ചെയ്യുന്നുള്ളൂ. കൃത്യമായി 3 നേരം ഭക്ഷണം കഴിക്കുന്നു, വേറെ പണിയൊന്നും ചെയ്യുന്നില്ല. സന്യാസവും ഇല്ല. ആശ്രമത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ നടന്ന് ഭക്ഷണം കഴിക്കും, തെണ്ടി ഭക്ഷണം കഴിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കത്തില്ല. അത് പിന്നെ കാലദേശങ്ങളെയൊക്കെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നതൊന്നും ഇന്ന് പ്രായോഗികമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന എന്തെന്ന് മനസ്സിലാക്കാം. നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റില്ല, അത് രണ്ടാമതേ വരുന്നുണ്ട്. ആദർശങ്ങളിൽ വെള്ളം ചേർക്കരുത്, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. നമുക്ക് കഴിയില്ലെങ്കിൽ പറയും, നമുക്കത് കഴിയാത്ത കാര്യമാണ്. പക്ഷെ ഇതാണ് പരമാർത്ഥം, സത്യം ഇന്നതാണ്. മറിച്ച് ഞാൻ ചെയ്യുന്നതാണ് സത്യം, എന്തുകൊണ്ടത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്ന് പറയാൻ പാടില്ല. ആ ത്യാഗവൈരാഗ്യാദി സാധന ബലാവലംബേന, ത്യാഗം വൈരാഗ്യം തുടങ്ങിയ സാധന, അതിന്റെ ബലത്തെ ആശ്രയിച്ച് അവിടെ എന്തായി പരിപൂർണമായ സന്യാസമായി. യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളുമില്ല. ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്? ആത്മവിജ്ഞാന സ്മൃതി സന്തതിർ നിയന്തവ്യ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് വിശദമായിട്ട്. ആത്മവിജ്ഞാന സ്മൃതി സന്തതിർ, തനിക്ക് ആത്മബോധം ഉണ്ടായി, താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു, തന്റെ പരമാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. പക്ഷെ വീണ്ടും പ്രാരബ്ധം ആ ബോധത്തെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയാം, കീഴ്പ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ആ ബോധം കൊണ്ട് തനിക്ക് യാതൊരു പ്രയോജനമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ത്യാഗവൈരാഗ്യങ്ങളെ ആശ്രയിക്കുക. എന്നിട്ട് കേവലം ആത്മവിജ്ഞാന സ്മൃതി സന്തതി, ഇതാണ് സന്യാസം. ശ്രവണ മനനങ്ങളിൽ തന്നെ തുടരുക. നിയന്തവ്യ, നിയമേന കർത്തവ്യ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ മാത്രം, വേറെ കർത്തവ്യങ്ങളില്ല. ലോകവുമില്ല, ലോകസേവനവുമില്ല, ഒന്നുമില്ല. പിന്നെ ഇത് ഒരു ലോകസേവനമാണെങ്കിൽ ശരി, അംഗീകരിക്കും. ആത്മബോധം ലോകസേവനമല്ലേ, അതായിക്കോട്ടെ, അതാകാം. അല്ലെങ്കിൽ ലോകസേവനമാകാം, കേവലം ആത്മശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യും, ആ തരത്തിലാകും. അടുത്ത് പറയും, ദേവതാരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു സാധകന് ചെയ്യാം. അതൊന്നും അദ്വൈതത്തിന് വിരോധമായ കാര്യങ്ങളില്ല. ലോകസേവനം ചെയ്യാം, അതൊന്നും അദ്വൈതത്തിന് വിരോധമായ കാര്യങ്ങളല്ല. അദ്വൈത സിദ്ധാന്തത്തിൽ അതിനെല്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനും മറ്റൊന്നായി തെറ്റിദ്ധരിക്കരുത്. ഇതാണ് സന്യാസം,
ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസം ഇതാണ് എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതിലെ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ശേഷിയെങ്കിലും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ വൈരാഗ്യത്തോടുകൂടി സന്യാസത്തോടുകൂടി അങ്ങനെ ഒരുവന് തന്റെ ആത്മബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് അതിനുവേണ്ടി പരിശ്രമിക്കുക. പൂർണ്ണ ത്യാഗവൈരാഗ്യത്തോടുകൂടി ഈ ശ്രവണമനനങ്ങളിൽ സ്ഥിതി ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. പക്ഷെ അങ്ങനെ പൂർണ്ണമായ ത്യാഗവൈരാഗ്യങ്ങളോടുകൂടി എനിക്കിതിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, ബഹിർമുഖമായി പ്രവർത്തിച്ചേ മതിയാവും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, താൻ സന്യാസിയല്ല, താൻ സന്യാസത്തിന് അർഹനല്ല, താൻ കർമ്മയോഗിയാണ്. ശരി, അത് പ്രവർത്തിക്കുക, അത് നിഷേധിക്കുന്നില്ലല്ലോ. അപ്പോ ഈ പറയുന്ന ആത്മവിജ്ഞാന സ്മൃതി സന്തതി അവനെ സംബന്ധിച്ച് സാധ്യമല്ല. ആ ബോധത്തിൽ അവന് നിൽക്കാൻ കഴിയില്ല. കാരണം ആ ജ്ഞാനം, നേരത്തെ പറഞ്ഞ സമ്യജ്ഞാനം, അതവന് സംഭവിച്ചിട്ടില്ല. അതിനുള്ള തടസ്സങ്ങളുണ്ട്. ജ്ഞാനോത്പത്തിക്കുള്ള തടസ്സങ്ങൾ, ചിത്തവിക്ഷേപങ്ങളും മറ്റും. അത് മാറ്റുന്നതിന് വേണ്ടി കർമ്മയോഗത്തെ സ്വീകരിക്കുക, ഭക്തിയോഗത്തെ സ്വീകരിക്കുക, രാജയോഗത്തെ സ്വീകരിക്കുക, ഏതുവേണം സ്വീകരിക്കുക. പക്ഷെ അതൊന്നും സന്യാസമല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇന്ന് ആൾക്കാർ പേരിന്റെ കൂട്ടത്തിൽ സ്വാമി എന്ന് കൂട്ടിച്ചേർക്കുന്നത് കഥ അറിയാതെയാണ്. ഞാനും അങ്ങനെ കഥ അറിയാതെ കൂട്ടിച്ചേർത്ത ആളാണെന്ന് ധൈര്യമായിട്ടും പറയും. പരമാർത്ഥത്തിൽ എന്താണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്? മുമ്പേ നടക്കുന്ന ഗോവുതന്റെ പിന്നാലെ പോകുന്നു കിടാങ്ങളെല്ലാം, മറ്റു ഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ ഒന്നിന്റെ പുറകെ ഒന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാര്യം മനസ്സിലാക്കാൻ. അപ്പോൾ അതല്ല, ഇതെല്ലാം കർമ്മയോഗമാണ്. അത് തിരിച്ചറിഞ്ഞാൽ ശരി. കർമ്മയോഗം ഒന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതൊന്നും സന്യാസി എന്നുള്ള പട്ടപ്പേരിൽ നടക്കുന്നവർക്ക് പറഞ്ഞു തല്ലാൻ വരും. ഞാൻ വളരെ സൂക്ഷിച്ച് നടക്കുന്നുകൊണ്ടാണ് തല്ല് കൊള്ളാതിരിക്കുന്നത്. ഇതിനകം അത് കിട്ടിയത്. അപ്പോൾ ഇതാണ് പരമാർത്ഥം ഇവിടെ പറയുന്നത്. ആ വിജ്ഞാന സ്മൃതി സന്തതി, അതിനുവേണ്ടി പൂർണ്ണമായ സന്യാസത്തിൽ അത് സാധ്യമാവും. അപൂർവ കർത്തവ്യ പറയുന്നു. അല്ലാതെ ഇവിടെ ഇത് അപൂർവമായ ഒന്നിന് തത്വജ്ഞാനത്തിന് ശേഷം, ശ്രവണത്തിന് ശേഷം പുതിയൊരു ജ്ഞാനത്തെ ഉണ്ടാക്കുന്നൊന്നുമല്ല, അതവിടെ ഉണ്ട്. ഇവിടെയാണ് ചിലർ വഴിതിരിഞ്ഞ് സമാധിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത്. തീർച്ചയായും അത് ശ്രേഷ്ഠമാണ്. കാരണം അത് ഇവിടെയുള്ളൊരു വഴിത്തിരിവാണ്. ഒരു കൂട്ടർ ശ്രവണാദി സാധനങ്ങളിൽ തന്നെ ഇരിക്കും. ചിലരങ്ങനെയല്ല ചെയ്യുന്നത്. ചിലർക്ക് വ്യവഹാരമേ വേണ്ട പൂർണ്ണമായി. അപ്പോൾ അവർ സമാധി ശരിക്കും. സമാധിയും വ്യവഹാരവും കൂടെ ഒരുമിച്ച് പോകുന്നു. തത്വജ്ഞാനവും വ്യവഹാരവും കൂടെ ഒരുമിച്ച് പോകും. തത്വജ്ഞാനമുണ്ട്, പക്ഷെ വ്യവഹാരത്തിലാണ്. സമാധി സന്യാസവും കൂടെ ഒരുമിച്ച് പോകും. വാസ്തവത്തിൽ സന്യാസിക്ക് വേണ്ടത് സമാധിയാണ്. അത് എന്തുകൊണ്ട്? അവിടെ വ്യവഹാരമില്ല. അയാൾ കേവലം ഈ ചിത്തവൃത്തി നിരോധത്തിൽ തന്നെ. അതിന് ശ്രവണാദികളും മറ്റും സഹായിക്കുന്നു. അദ്വൈതജ്ഞാനത്തിന്റെ വഴിക്ക് അയാൾ സമാധി ശീലിക്കുന്നു. അപ്പോൾ സമാധി ശീലിക്കുന്നവനെങ്ങനെ വ്യവഹാരം വരുന്നത് സാധ്യമല്ല. അപ്പോൾ അവിടെ വ്യവഹാരത്തിൽ നിന്നും പൂർണ്ണമായും അയാൾ മുക്തനായിത്തീരുന്നു. സമാധിയുടെ ഗുണഫലത്തെ അനുഭവിക്കുന്നു. അവിടെ ചിത്തവിക്ഷേപങ്ങളില്ലാത്തതുകൊണ്ട് അയാൾ ആനന്ദത്തെ അനുഭവിക്കുന്നു. അത് മറ്റൊരു വഴിയാണ്. പക്ഷെ അത് നിർബന്ധമില്ല. പക്ഷെ അതൊരു വഴിയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കർമ്മത്യാഗപൂർവകമായ സന്യാസം.
ആ സന്യാസത്തിൽ ശ്രവണമനനാദികൾ മാത്രം, ജ്ഞാനനിഷ്ഠ എന്നതിനെ പറയുന്നു. ഇനി രണ്ടാമതൊരു കൂട്ടർ, അവർ കർമ്മത്തെ ത്യജിക്കുന്നു. അവരുടെ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് സമാധി പരിശീലനം. ബ്രഹ്മവിദ് വരൻ വരിയാൻ വരിഷ്ഠൻ എന്നെല്ലാം പറയുന്നതാണ്. അങ്ങനെ അവർ സന്യാസത്തിൽ നിഷ്ഠ നേടുന്നു, കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കുന്നു, സമാധിയുടെ വിശേഷത അനുഭവിക്കുന്നു. ഈ വ്യത്യാസങ്ങളെല്ലാം വരുന്നത് ജ്ഞാനം രണ്ടുപേർക്കും ഒരുപോലെയാണ്. തത്വജ്ഞാനി ശ്രവണാദികളിലിരുന്നാൽ തത്വജ്ഞാനി സമാധി ശീലിക്കാൻ പോയാലും ജ്ഞാനത്തിന് വ്യത്യാസം. പിന്നെ ഈ രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നത് എങ്ങനെ? അത് പ്രാരബ്ധം. ഈ പറഞ്ഞു ആ പ്രാരബ്ധത്തിന്റെ പ്രേരണ കൊണ്ട് സമാധിയുടെ സംസ്കാരമുള്ളവർ അവർ അന്തർമുഖമാകുമ്പോൾ ഈ പറയുന്ന ത്യാഗവൈരാഗ്യങ്ങളെല്ലാം ഒന്നിച്ചു വരുമ്പോൾ അവിടെ ഈ തത്വജ്ഞാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് സമാധിയിലേക്ക് പോകും, സമാധി സംസ്കാരത്തെ പിന്തുടരും. അതാണ് വരൻ വരിയാൻ വരിഷ്ഠൻ എന്ന് പറയുന്നത്. മറിച്ച് അങ്ങനെ ഒരു സംസ്കാരം ദൃഢമായിട്ടില്ലെങ്കിൽ, എന്നാൽ ബഹിർമുഖനല്ലെങ്കിൽ ശ്രവണ മനനാദി നിഷ്ഠയിലിരിക്കും. ഇതാണ് രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം. രണ്ടു കൂട്ടരും അദ്വൈതികൾ തന്നെ. ഒന്ന് ശ്രേഷ്ഠം, മറ്റൊന്ന് നികൃഷ്ടം എന്ന് പറയാൻ പറ്റില്ല. രണ്ടും അവരുടെ സംസ്കാരത്തെ ആശ്രയിച്ചാണ്. പക്ഷെ ഇതിന് രണ്ടിനും യോഗവുമായിട്ട് ബന്ധമുണ്ട്. ചിലടത്ത് പറയും എന്താണോ, അതിന് രണ്ട് മാർഗങ്ങളാണുള്ളത്, ഒന്ന് യോഗമാണ്, ഒന്ന് ജ്ഞാനമാണെന്ന് പറയും. അങ്ങനെ പറയുന്നിടത്ത് യോഗം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തത്വജ്ഞാനത്തിന് ശേഷം വരുന്ന സമാധി അഭ്യാസമാണ്, യോഗസമാധിയല്ല. പ്രകൃതി പുരുഷ വിവേകഖ്യാതിയല്ല, പുരുഷ ബഹുത്വജ്ഞാനമല്ല അവിടെ. മറിച്ച് ഈ ശ്രവണാദി രണ്ടിടത്തുമുണ്ട്. ഒരാൾ ശ്രവണാദി നിഷ്ഠയിലിരിക്കുന്നു, അല്ലെങ്കിൽ സമാധി പരിശീലിക്കുന്നു, രണ്ടിടത്തുമുണ്ട് ശ്രവണം, തത്വജ്ഞാനം ഉണ്ടായി. പക്ഷെ തത്വജ്ഞാനം ഉണ്ടായതിനു ശേഷം ആ അദ്വൈത ആത്മബോധത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് സമാധി പരിശീലിക്കുന്നത്. യോഗി എങ്ങനെയല്ല. യോഗിക്ക് അദ്വൈതാത്മബോധത്തിലിരുന്നുകൊണ്ടല്ല, പുരുഷ ബൗദ്ധ ബുദ്ധിയുണ്ട്, പ്രകൃതി പുരുഷ വിവേകജ്ഞാനമുണ്ട്. ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് സമാധി ശീലിക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതെല്ലാം ആധ്യാത്മികതയാണ്. ഒരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം, ശ്രുതി, ആ ശബ്ദത്തിൽ നിന്നുള്ള ജ്ഞാനം, ആ ജ്ഞാനമാണ് പരമാർത്ഥം. ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, പിന്നീട് പ്രാരബ്ധം കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയുടെ ഗൗരവം കുറഞ്ഞു പോകുമല്ലോ എന്നൊരാൾ എന്നോട് പരാതി പറഞ്ഞു. ഇത് കേട്ടിട്ടുണ്ട്. നേരിട്ട് കേട്ടയാളല്ല, അല്ലാതെ കേട്ടയാൾ. ആത്മീയതയുടെ ഗൗരവം കുറഞ്ഞു പോകുന്നതാണ്. കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ ഒന്നുമില്ല ഇവിടെ. തത്വം ശ്രവിക്കുക, എന്റെ സ്വരൂപത്തെ ധരിക്കുക, പിന്നെ എല്ലാം പ്രാരബ്ധം. ഇതിന് യാതൊരു തരത്തിലുള്ള ഗൗരവവും പറയുന്നില്ല. ഇവിടെ എന്താണ് പറയുന്നത്? ആ ജ്ഞാനം ഉണ്ടായാൽ ത്യാഗവൈരാഗ്യാദി സാധന ബലമുള്ളിടത്ത് എങ്ങനെയാ ഗൗരവം കുറയും? ആ ബലത്തോടുകൂടി ശ്രവണാദി നിഷ്ഠകളിലിരിക്കാനാണ് പറയുന്നത്, ഭാഷ്യകാരൻ പറയും. അല്ലെങ്കിൽ മറ്റു പല ആചാര്യന്മാരും പറയുന്ന പോലെ സമാധി പരിശീലിക്കുക. ഇത് രണ്ടും ഉള്ളിടത്ത് പിന്നെ എങ്ങനെയാ ഗൗരവമില്ലാതെ വരുന്നത്? ഇത് ഗൗരവമുള്ള കാര്യമാണ്. സാധനാ ബലം എന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഗൗരവമില്ലാന്നവർ പറയാൻ കാരണം തത്വം ശ്രവിക്കുന്നു, തന്റെ സ്വരൂപത്തെക്കുറിച്ച് ബോധമായി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവൻ ശ്രമിക്കേണ്ടത് ശ്രവണ മനനാദികളാണെന്ന് പറയുമ്പോൾ സാധാരണ അനുഷ്ഠിച്ചു വരുന്ന ജപധ്യാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതെ വരും. ഗുരു കൊടുക്കുന്ന മന്ത്രം പിന്നെ അത് ഉച്ചരിക്കണമോ, അത് അനുഷ്ഠിക്കണമോ വേണ്ടയോ
ഗുരു പറഞ്ഞു കൊടുക്കുന്ന ധ്യാന സമ്പ്രദായങ്ങൾ അതൊക്കെ വേണമോ വേണ്ടയോ, അതൊക്കെ ആവശ്യമില്ലാതെ വരത്തില്ലേ, അതെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികതയുടെ ദൂരം പോകത്തില്ല എന്നാണ് സംശയത്തിന്റെ കാതൽ. ചോദ്യകർത്താവിന് ചോദിക്കുമ്പോൾ ഇത്തരം ബോധമൊന്നുമില്ലായിരുന്നു, ഞാൻ മനസ്സിലാക്കിയാണ്. ചോദ്യത്തെ വിശകലനം ചെയ്തപ്പോൾ എനിക്ക് പലരുടെയും മനസ്സിലുള്ള കാര്യങ്ങളുമാണ്. ഇതാണ് ആത്മബോധം ആണ് മുഖ്യം. പിന്നെ ശ്രവണാദികളാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, മന്ത്രജപം, മറ്റു കാര്യങ്ങൾ. അടുത്ത് ഭാഷ്യകാരൻ അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. എന്താണ് ആ ശ്രവണാദി സാധനങ്ങളിൽ ഒരാൾക്ക് നിഷ്ഠ വേണമെങ്കിൽ അത് ശ്രവണത്തിൽ നിന്ന് തുടങ്ങണമല്ലോ. ശ്രവണത്തിൽ നിന്ന് ജ്ഞാനോത്പത്തി സംഭവിക്കുന്നു. ആ ശ്രവണത്തിൽ നിന്ന് ജ്ഞാനോത്പത്തി സംഭവിക്കുന്നില്ലെങ്കിൽ അതിന് തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലാക്കും. ആ തടസ്സങ്ങൾക്ക് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവതോപാസനകളും മന്ത്രജവും മറ്റും ഒക്കെയാണ് അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ജ്ഞാനോത്പത്തി വരെ അത് ഒഴിവാക്കാൻ കഴിയത്തില്ല ഒരാൾ. ശ്രവണ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് ജ്ഞാനോത്പത്തി ഉണ്ടാകുന്നു. എന്താണോ ശ്രുതി ബോധിപ്പിച്ചതിന്റെ താല്പര്യം ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ നിവാരണം ചെയ്യുന്നതിന് ഗുരുപദേശം പോലെയുള്ള മറ്റ് സാധനങ്ങൾ എല്ലാം അനുഷ്ഠിക്കുന്നു. അപ്പം അതാണ് അയാളെ സംബന്ധിച്ച് ഗൗരവമുള്ള കാര്യം. അവിടെയും ഭാഷ്യകാരൻ അത് അംഗീകരിക്കുന്നുണ്ട്. ഗുരു ഉപാസന, ദേവതോപാസന എല്ലാം ദേവതാ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. ചെയ്തുകൊണ്ട് ശ്രവണാദി സാധനങ്ങൾ മുഴുവണമെന്നും ഭാഷ്യകാരൻ പറയുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് എങ്ങനെയോ ആൾക്കാർ ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് ധരിപ്പിക്കുകയും ജനങ്ങൾ ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. അദ്വൈതം കേട്ടുകഴിഞ്ഞാൽ തല തിരിഞ്ഞു പോകും എന്നാണ്. അതുകൊണ്ടാണ് പലരും പരാതി പറയുന്നത്, അദ്വൈതം കേട്ടപ്പോൾ ഭക്തി പോയി. അതെന്താണ് പോയതെന്ന് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്തിയല്ല പോയത്, അത് ഗുണം ചെയ്തേ ആ പോയത്. അപ്പോ ഇവിടെ അതല്ല പറയുന്നു. ഇവിടെ ശ്രവണാദികളിൽ നിന്നും തത്വജ്ഞാനം ഉണ്ടായി. ആ തത്വജ്ഞാനത്തിന് ശേഷം അയാൾ മനന നിധ്യാസനാദികളിൽ തന്നെ തുടരുന്നു. അത് ദൂരമുള്ള കാര്യം തന്നെയാണ്. ദൂരമുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടിത് അപൂർവമായൊരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതെല്ലാം ശ്രവണത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വിജ്ഞായ പ്രജ്ഞാം കുർവീത ആത്മാവാരെ ശ്രോതവ്യോ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ. ഇവിടെയെല്ലാം പിന്നീട് വരുന്ന ഉപദേശങ്ങളെല്ലാം ആത്മബോധത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. പ്രാരബ്ധത്തെ അതിജീവിക്കാൻ വേണ്ടി പ്രാപ്തത്വാദിത്യഗോചാമ തസ്മാ പ്രാപ്ത വിജ്ഞാന സ്മൃതി സന്താന നിയമവിദ്യാർത്ഥാനി വിജ്ഞായ പ്രജ്ഞാൻ പ്രവീത ഇത്യാദി വാക്യാനി അന്യാർത്ഥ അസംഭവ. അതുകൊണ്ടിവിടെ മുഖ്യമായിട്ട് അദ്വൈതത്തിന്റെ ശുദ്ധമായ അദ്വൈതത്തിന്റെ പ്രക്രിയ, അതിനകത്ത് മറ്റ് സമ്പ്രദായങ്ങളൊന്നും കലരാതെ, ഭക്തി, യോഗം, കർമ്മം ഇതൊന്നും കലരാതെയുള്ള ശുദ്ധമായ ആത്മജ്ഞാന പ്രക്രിയക്കനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന് ശ്രവണത്തിൽ നിന്നും ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്വരൂപബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? പ്രാപ്ത വിജ്ഞാന സ്മൃതി സന്താന നിയമവിദ്യാർത്ഥാണ്. പിന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതിനൊരു നിയമം ചെയ്യുക. എന്താണ്? ബഹിർമുഖനാകാതെ ത്യാഗവൈരാഗ്യങ്ങളോടുകൂടി ആത്മബോധത്തിൽ നിഷ്ഠയെ പ്രാപിക്കുക. ഇതാണ് പറയുന്നത്. സന്യാസത്തോടുകൂടി. അതാണ് വിജ്ഞായ പ്രജ്ഞാം കുർവീത എന്ന് പറയുന്നതിന്റെ താല്പര്യം. ഇത്യാദി വാക്യാനി അന്യാർത്ഥ സംഭവം. ഇവിടെ മറ്റൊരർത്ഥം യോജിപ്പിക്കത്തില്ല. എന്താണ്? ഇത് തത്വജ്ഞാനം ഉണ്ടായതിനു ശേഷം സമാധി ശീലിക്കാൻ വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുകയാണ്.
അതൊന്നുമല്ല. അതൊക്കെ അർത്ഥാത് പ്രാപ്തമായ കാര്യങ്ങളാണ്. ശ്രുതി നേരിട്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പറഞ്ഞല്ലോ, ഇത് ശ്രുതി പ്രമാണത്തിൽ നിന്നും ഉള്ള കാര്യങ്ങളാണ്. ഇത് മറ്റ് സംസ്കാരത്തെയും മറ്റും അപേക്ഷിച്ച് വരുന്നത്. സമാധിയിലും മറ്റും എന്തുകൊണ്ട് പോകുന്നത്? ആ സംസ്കാരമുള്ളതുകൊണ്ട്. ശ്രുതി നിർദ്ദേശിച്ചിട്ടില്ല. ശ്രുതി എന്താ നിർദ്ദേശിക്കുന്നത്? ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ. ശ്രുതി പറയുന്നു ശ്രവണ മനന നിധിധ്യാസന നിഷ്ഠയിൽ പോവുക. അതേ ഉള്ളൂ. അതാണ് ശ്രുതി പറയുന്നത്. അന്യാർത്ഥ സംഭവം മറ്റൊന്നിവിടെ യോജിക്കത്തില്ല. ബാക്കിയെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവനവന്റെ സംസ്കാരമനുസരിച്ച് ഏത് കാര്യങ്ങളായാലും ശരി. തത്വജ്ഞാനിയിൽ തത്വജ്ഞാനത്തിന് അനുകൂലമായി എന്തെങ്കിലും കാണുന്നു. എന്താണ്? വാക്കായ മനഃപ്രവൃത്തികൾ. തത്വജ്ഞാനത്തിന് വിപരീതമായി വാക്കായ മനഃപ്രവൃത്തികൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം അവന്റെ സംസ്കാരത്തിനനുസരിച്ച്. തത്വജ്ഞാനം അത് പ്രമാണജന്യമാണ്, ശ്രുതിവാക്യജന്യമാണ്, അല്ലെങ്കിൽ ആചാര്യ ഉപദേശജന്യമാണ് എന്ന് വേണം പറയാൻ. ഇനിയും ഈ ആത്മബോധം കൂടുതൽ വ്യക്തമാകും. കാരണം മനസ്സിൽ സംശയങ്ങൾ വരാൻ അത് പരിഹരിക്കാൻ വേണ്ടി അനാത്മോപാസനമിതം ആത്മീയത്തെ ഉപാസിത എന്ന് പറയുന്നത് എന്തുകൊണ്ട് അനാത്മോപാസന ആയിക്കൂടാ? ആത്മോപാസന തന്നെ എന്തുകൊണ്ടാകണം? എന്തുകൊണ്ട്? കാരണം ഇതൊക്കെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നു? ശബ്ദം കേട്ട് ശബ്ദത്തിൽ നിന്നല്ലേ ധരിക്കുന്നു. ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് എങ്ങനെ? ഇതി ശബ്ദപ്രയോഗ ആത്മ ഇതി ഏവ ഉപാസിത. ഇതി എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അർത്ഥത്തിന് വ്യത്യാസം വരും. എങ്ങനെ അർത്ഥവ്യത്യാസം വരുന്നു? യഥാ പ്രിയം ഏതതുപാസിത ഇത്യാദു ന പ്രിയാദി ഗുണേവ ഉപാസ്യ കിം തർഹി പ്രിയാദി ഗുണവ് പ്രാണാദ്യേവ ഉപാസ്യം. പ്രിയം ഏതത് ഉപാസീത. അവിടെ ഇതി ശബ്ദം പ്രയോഗിച്ചു. അവിടെ പ്രിയത്തെ ഉപാസിക്കാനല്ല, പ്രിയാദി ഗുണമുള്ള പ്രാണനെ മറ്റുപാസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതി ശബ്ദം പ്രയോഗിച്ചോളൂ. തഥാ പര ആത്മശബ്ദപ്രയോഗ ആത്മഗുണവത് ആത്മവസ്തു ഉപാസ്യമിതി ഗമ്യതേ. ഇവിടെ എന്താണ്? ഇതി പര ആത്മശബ്ദം. ഇതി പരത്തിൽ വരുന്ന ആത്മശബ്ദം ആത്മ ഇതി എന്ന് പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. ആത്മഗുണമുള്ള അനാത്മാക്കളെ ഉപാസിക്കണം. ആത്മാവിൻ്റെതായ ഗുണമുള്ള അനാത്മാക്കളെ ഉപാസിക്കുക എന്ന് വെച്ചാൽ ആത്മാവെന്ന് പറയുന്നത് താൻ തന്നെയാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ് താൻ. അപ്പോൾ ഇതിൽ നിന്ന് ഭിന്നമായ, തന്നിൽ നിന്ന് അന്യമായ അനാത്മാക്കൾ, അതിനെ ഉപാസിക്കുക. അന്യഭാവനയോടുകൂടി വരുന്ന ദേവത ഉപാസനകളും മറ്റും ഇതിൽപ്പെടും. ദേവത ഉപാസന പാടില്ലെന്ന് പറയുന്നു, പക്ഷെ അന്യഭാവനയോടുകൂടി പാടില്ല. അതിനെല്ലാം നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ്. കർമ്മം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആത്മ ഉപാസ്യത്വ വാക്യ വൈലക്ഷണ്യാത്ത. ഇനി ആത്മ ഉപാസനയെ കുറിച്ച് പറയുന്നു. അത് ഇതുപോലെയല്ല പറയുന്നു. ഇവിടെ പറയുന്നത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? പരേണച വക്ഷ്യതി ആത്മാനമേവ ലോകം ഉപാസീതേതി. അവിടെ എന്താണ് പറയുന്നത്? ആത്മാനം ഉപാസീത. ആത്മ ഇതി ഉപാസീത എന്നല്ല. തത്രച വാക്യേ ആത്മ ഏവ ഉപാസ്യത്വേന അഭിപ്രേതോ ദ്വിതീയാശ്രവണ ആത്മാനമേവേതി. അവിടെ പറഞ്ഞു എന്താണ്? ആത്മാനം ഏവ. ആത്മൻ ശബ്ദം ആത്മാ, ആത്മാനോ, ആത്മാന, ആത്മാനം. ആത്മശബ്ദത്തിന്റെ ദ്വിതീയയാണ്, ഉപാസനയുടെ വിഷയമാണ്. അവിടെ വ്യക്തമായും ആത്മാവിനെ ഉപാസിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ആത്മാ ഇത്യവ പ്രഥമാന്തമാണ് ആത്മാ ശബ്ദം. ഇതി ശബ്ദം കൊണ്ടുവരുന്ന വ്യത്യാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആത്മോപാസനയല്ല പറയുന്നത്. ഇഹത്തുന ദ്വിതീയാശ്രയത. ഇവിടെ ആത്മാ ഇതി എന്നാണ്, പ്രഥമാന്തമാണ്. ഇതി പരശ്ച ആത്മശബ്ദ. മാത്രമല്ല ആത്മശബ്ദത്തിന് ശേഷം ഇതിയുണ്ട്. ഇതി പരഹ ഇതി പരോ യസ് ആത്മശബ്ദസ്യ.
ആത്മേത്യ ഉപാസ്യത ഇതി അതോ ആത്മ ഉപാസ്യ ആത്മഗുണശന്യത്വ അപഗമ്യത. അതുകൊണ്ട് ഇവിടെ ആത്മ ഉപാസന എന്ന് വെച്ചാൽ ഇവിടെ ബോധം എന്നുള്ള അർത്ഥത്തിലാണ്. ആത്മബോധത്തെ അല്ല പറയുന്നത്, ആത്മഗുണമുള്ള മറ്റെന്തിനെ കുറിച്ചുള്ള ബോധമാണ്. അത് ശരിയല്ല, സിദ്ധാന്തം. ഇനി പറയുന്നു വാക്യശേഷേ ആത്മനുപാസ്യത്വനവഗമ. ഇനി പറയുന്ന ഭാഗങ്ങളിൽ ആത്മാവാണ് ഉപാസ്യമാണ്, ആത്മബോധമാണ് വേണ്ടതെന്ന് മനസ്സിലാകും. അസേവം വാക്യസ്യ ശേഷി ആത്മേവ ഉപാസ്യത്വനവഗമ്യതേ. ഇവിടെ ഇതിനു ശേഷം ബൃഹദാരണ്യത്തിൽ തന്നെ തുടർന്നു വരുന്നു. എന്താണ്? തദ്ദേതത് പതനീയമസ്യ സർവസ്യതയം ആത്മാ. ഈ ആത്മാവിനെയാണ് അറിയേണ്ടത്. അവിടെ ഇനി വരുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നത് സർവാത്മാവാണ് എന്നും മറ്റും. അനന്തരം യഥയം ആത്മാനമേ അവേദ. ആത്മാവിനെയാണ് ഗ്രഹിക്കേണ്ടത്. അത് സർവാന്തരമാണ്, അത് സർവസ്വരൂപമാണ്. ഇതം വൃത്തിയാ ഗ്രഹിക്കുന്നതെല്ലാം അത് തന്നെയാണ്. തുടങ്ങി വളരെ കാര്യങ്ങൾ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയും ആത്മബോധത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്. വീണ്ടും ഇവിടെ സംശയം വരുന്നു. പ്രവിഷ്ടസ്യ ദർശന പ്രതിഷേധ അനുപാസ്യത്വം ഇരിച്ച് എന്നും പറയുന്നു. തസ്സൃഷ്ട തദേവ അനുപ്രാവശ്യ. സൃഷ്ടിച്ചവൻ തന്നെ ഇതിൽ പ്രവേശിച്ചു. പക്ഷെ അതിനെക്കുറിച്ചെന്ന് പറയുന്നു, യസ്യ ആത്മന പ്രവേശോക്ത തസ്യവ ദർശനം വാര്യതി തന്ന പശ്യന്തി പ്രകൃത ഉപാദാന. അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം ചെയ്ത ഒരു ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് എന്താണ്? തന്ന പശ്യന്തി. അവനെ ആരും കാണുന്നില്ല, എന്നുവെച്ചാൽ അവനെ ആർക്കും അറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. പിന്നെ ആത്മ ഉപാസനയെന്നും പറയും, അവനെ അറിയണമെന്നും പറയും. അറിയാത്ത ഒരുവൻ എങ്ങനെ അറിയാൻ കഴിയും? ഒന്ന് ശരിയാകും. ഒന്നുകിൽ അവനെ അറിയാൻ കഴിയില്ല, തന്ന പശ്യന്തി, അത് ശരി. അല്ലെങ്കിൽ അവനെ അറിയാം. ഇതിലേതാ ശരി? തസ്മാത് ആത്മനോ അനുപാസിത്വമേ വരി. അതുകൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയില്ല. എന്നാണെങ്കിലോ എന്നാ അകൃഷ്ണത്വ ദോഷ. അല്ല, മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. എന്താ പറഞ്ഞ ഇവിടെ? എന്താണ് അകൃഷ്ണത്വ ദോഷമെന്ന് വിശദീകരിക്കുന്നു. ദർശന പ്രതിഷേധോ അകൃഷ്ണത്വ ദോഷ അഭിപ്രായേണ ആത്മോപാസ്യത്വ പ്രതിഷേധ അഭിപ്രായേണ പ്രാണനാദിക്രിയാവിഷ്ടത്വന വിശേഷണ ആത്മനസ്യതുപാസ്യത്വം അനഭിപ്രേതം പ്രാണനാദി ഏകൈകക്രിയാവിശിഷ്ടസ്യാത്മനോ അകർഷണത്വ വചനം അനർത്ഥകം സ്യാത്. അകർഷണഹ്യേഷു അത് ഏകൈകേന ഭൂതി അതോ അനേകൈക വിശിഷ്ട സ്വാത്മാകർഷണത്വ അതുപാസ്യ വേദി സിദ്ധം. നേരത്തെ പറഞ്ഞു, അവനെ ദൃഷ്ടാവായി മന്ദാവായി വിജ്ഞാതാവായി മാത്രം ഗ്രഹിക്കാൻ കണ്ട കൃഷ്ണമായി ഗ്രഹിക്കണം. അകൃഷ്ണത്വ ഉപാസനയിൽ ദോഷത്തെ പറഞ്ഞു. കേവലം ദൃഷ്ടാവായി കാണുക അത് ദോഷമാണ്, മന്ദാവായി കാണുക അത് ദോഷമാണ്, വിജ്ഞാതാവായി കാണുക. അവനെ പൂർണ്ണമായി എങ്ങനെ ദൃഷ്ടത്വാദികൾക്കും ആധാരമായിരിക്കുന്നവനായി ഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണോ? ആത്മാ ഉപാസ്യമാണ്, ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും. അനേകവിഷ്ടസ്തു ആത്മാ കൃഷ്ണത്വ ഉപാസ്യവ. ആത്മബോധം സാധ്യമാണ്. അല്ലെങ്കിൽ ശ്രുതി വ്യർത്ഥമായി പോകും, തത്വമസി വ്യർത്ഥമാകും എന്നർത്ഥം. യസ്തു ആത്മശബ്ദ സ്ഥിതിപരപ്രയോഗ ആത്മശബ്ദ പ്രത്യേക ആത്മതത്വ പരമാർത്ഥതോ അവിഷയത്വ ജ്ഞാപനാർത്ഥം. പിന്നെ ആത്മ ഇത്യോപാസിക, അവിടെ ഒരു ഇതി ശബ്ദം എന്തിനു പ്രയോഗിച്ചു? പിന്നെ തന്ന പശ്യന്തി എന്തുകൊണ്ട് പറഞ്ഞു? അതിനെല്ലാം സമാനം പറയണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആത്മശബ്ദപ്രത്യോഹോ, ആത്മശബ്ദവും ആത്മജ്ഞാനവും, ഇത് രണ്ട് കാര്യങ്ങൾ. ആത്മശബ്ദം, തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, ഇത് രണ്ട് എന്താണ്? ആത്മതത്വ പരമാർത്ഥത അവിഷയത്വ ജ്ഞാപനാർത്ഥം. ഈ ആത്മശബ്ദവും ആത്മജ്ഞാനവും പരമാർത്ഥത്തിൽ ആത്മതത്വത്തെ വിഷയമാക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി. പരമാർത്ഥത്തിൽ അതില്ല. അടുത്ത് വിശദമായി ചർച്ച ചെയ്യും. വ്യാവഹാരികമായ
ഉപായങ്ങളെ ആശ്രയിച്ച് ആത്മാവിന്റെ ബോധമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആത്മാവിന്റെ ബോധം, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ, ആത്മാവിന്റെ ബോധം ഉണ്ടാകുന്നവനെന്ന് മൂന്നാമത്, ഇതൊന്നും അദ്വൈതം സമ്മതിക്കുന്ന കാര്യങ്ങളില്ല. പക്ഷെ നമ്മൾ മറിച്ചാ ധരിക്കുന്നത്, ആ വ്യക്തി അയാൾക്ക് ആത്മബോധമുണ്ട്, അല്ല ആത്മബോധമുള്ളവനാണ് പറയുന്നു, ആത്മബോധിയാണ്, ജ്ഞാനിയാണ്. അപ്പൊ അവിടെ ഒരു ജ്ഞാനി, ഒരാത്മാവ്, അതിന്റെ ബോധം, മൂന്നിനെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് ആത്മജ്ഞാനി എന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ അതില്ല, അതാണ് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥത്തിൽ പരമാർത്ഥത്തിൽ തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അറിയുന്ന ഒരു ബോധമോ അറിയുന്നവനോ ഒന്നുമില്ല അവിടെ. ദ്വൈതഭേദശൂന്യമായ ഒന്നാണ് ആത്മാവ്. പരമാർത്ഥ വിഷയത്വം, ആ പരമാർത്ഥത്വത്തെ ബോധിക്കണം. ഇല്ലെങ്കിൽ ആത്മാവിനെ അറിയാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥമായിട്ടും ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുകൊണ്ട് അതിനെ ഞാനെന്ന് പറയുന്ന ആൾ മാറി നിന്ന് അതിനെ അറിയുന്നു എന്നൊക്കെയുള്ള ഇത് വരും, ഭ്രമം വരും. അങ്ങനെ ഒരു ഭ്രമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരമാർത്ഥത്തിൽ അത് ബോധിക്കുന്നില്ല. പരമാർത്ഥത്തിൽ ആത്മാവ് സ്വയം ജ്ഞാനസ്വരൂപമാണ്, വിജ്ഞാനസ്വരൂപമാണ്. അങ്ങനെ വിജ്ഞാനസ്വരൂപമായിരിക്കുന്ന, സ്വസ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവുകൾ, അതിനാണ് പറയുന്നത് ആത്മാ ശബ്ദ പ്രത്യയം എന്ന് പറയുന്നിടത്ത് ആ അറിവിനെ കുറിച്ചാണ് പറയുന്നത്, പ്രത്യയം. പക്ഷെ അങ്ങനെയുള്ള അറിവ് പോലും പരമാർത്ഥത്തിൽ അതിനെ വിഷയമാക്കുന്നില്ല, വ്യാവഹാരികമായി വിഷയമാക്കുന്നു. സാങ്കേതികമായി പലതരത്തിൽ പറയും. നേതി നിർഗുണം നിരാകാരം എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ അറിയാൻ കഴിയും? അറിഞ്ഞാൽ തന്നെ അറിവിന്റെ സ്വഭാവം എന്തായിരിക്കും? അറിഞ്ഞാൽ തന്നെ ഇവിടെ ആത്മാവിനെ അറിയുന്ന അറിവിൽ ഉണ്ടാകത്തില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും. അത് വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അതിനെ വിശദീകരിക്കും. അന്യഥ ആത്മാനുപാസിതേതി ആത്മാനുപാസിത ഇത്യവും അവക്ഷ്യം. ഇത് അവിഷയമാണ്, അല്ലെങ്കിൽ ആത്മാനുപാസിത എന്ന് പറയുന്നതൊക്കെ വ്യർത്ഥമായി തീരും. തഥാച അർത്ഥാത് ആത്മനി ശബ്ദപ്രത്യവും അനുജ്ഞാതസ്യാത. മറിച്ച് ആത്മാവ് ശബ്ദത്തിനും ജ്ഞാനത്തിനും വിഷയമാണെന്ന് വരും. തച്ചാനിഷ്ടം അത് ശരിയല്ലെന്നുകൊണ്ട് നേതി വിജ്ഞാതാനം അരേക്കേന വിജാതിയ അവിജ്ഞാതം വിജ്ഞാത്ര യഥോവാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാസ ഇത്യാദി ശ്രുതിഭ്യ. ഈ ശ്രുതികളെല്ലാം എന്താ പറയുന്നത്? നേതി നിഷേധിക്കുകയാണ്. വിജ്ഞാതാരം അരേക്കേന വിജ്ഞാതാവായിരിക്കുന്ന മനസ്സിനും ബുദ്ധിക്കും എല്ലാം വിജ്ഞാതാവായിരിക്കുന്ന, സർവപ്രപഞ്ചബോധത്തിനും വിജ്ഞാതാവായിരിക്കുന്ന ആത്മാവെന്ത് അനാത്മാവാണെന്നുള്ള ബോധം ഉണ്ടാക്കി തരുന്ന, അനാത്മവസ്തുക്കളിൽ നിന്നും സത്സ്വരൂപത്തെ വേർതിരിക്കുന്ന ആ വിജ്ഞാതാവ് അരേക്കേന വിജാനീയ, അതിനറിയുന്ന ജ്ഞാനം ഏതാണ്? എന്നുവെച്ചാൽ പരമാർത്ഥത്തിൽ അതിനറിയുന്ന ജ്ഞാനമില്ലെന്നർത്ഥം. വ്യാവഹാരികമായി അതിനറിയുന്നു, പരമാർത്ഥത്തിൽ അതിനറിയുന്ന ഒരു ജ്ഞാനമില്ല. അതിന് ഏതെങ്കിലും ഒരു അറിവ് അതിനെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥവും ആ അറിവും പിന്നെ രണ്ടായി നിൽക്കത്തില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. വിജ്ഞാതാരമരിക്കേന വിജ്ഞാനീയത് അവിജ്ഞാതം വിജ്ഞാത്ര രണ്ടും പറയുന്നുണ്ട്. അവിജ്ഞാതത്തിൽ അത് വിജ്ഞാതാവായിരിക്കുന്നു, അവിജ്ഞാതത്തെ വ്യാവഹാരികമായി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പ്രാധാന്യം അതിനെ വിജ്ഞാതാവിനാണ്. യഥോപാചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സാക്ക് നിവർത്തിക്കുന്നു മനസ്സിനൊപ്പം, ഇന്ദ്രിയങ്ങൾ നിവർത്തിക്കുന്നു മനസ്സിനൊപ്പം. അങ്ങനെയുള്ള സർവ്വ നിവൃത്തി സ്വരൂപമാണ് ആത്മാവ്. അവിടെ ഇതിനെല്ലാം എന്താ പ്രസക്തി? ആത്മാനമേവ ലോകോപാസിത അനാത്മോപാസന പ്രസംഗം നിവൃത്തപരത്വം എന്ന വാക്യാന്തരം. ആത്മാനമേവ ലോകോപാസിത എന്ന് പറയുന്നു, ആത്മാനുപാസിക്കാൻ നേരിട്ട് പറയുന്നുണ്ടല്ലോ. വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വിഷയമാക്കുന്നല്ലോ. അത് പറയുന്നു അനാത്മ ഉപാസനയിലുള്ള ആസക്തി അതിനെ നിവർത്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. മുമ്പ് ഒരിടത്ത് ഇതേ വിഷയം ചർച്ച ചെയ്ത ഭാഷ്യകാരൻ പറഞ്ഞു,
ദുഷ്ടവ്യോ സ്വതവ്യോ മന്ദവ്യ എന്നെല്ലാം പറയുന്നത് നിങ്ങൾ വിധിവാക്യമായിട്ടെടുക്കരുത്. അത് വിധിച്ഛായയാണ്. അതിന്റെ പ്രയോജനം നേതി അനാത്മ ഉപാസന പ്രസംഗ നിവൃത്തി. മനസ്സ് അനാത്മ ഉപാസനയിലേക്ക് പോകും. മനസ്സെന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്ന ഒന്നല്ല, ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യും? ബഹിർമുഖമായി വിഷയങ്ങളിലേക്ക് പോകും. ഉപാസന എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കണമെന്ന് അർത്ഥമില്ല. ഏതൊന്നിനാണോ നമ്മൾ ഏകാഗ്രമായി ആശ്രയിക്കുന്നത് അത് ഉപാസന തന്നെയാണ്, ഏതിനെ ആശ്രയിച്ചാൽ. അപ്പൊ ബഹിർമുഖമായ വിഷയചിന്തയും വിഷയോപാസനയും. അപ്പൊ ആ ബഹിർമുഖമായ ആ വിഷയചിന്തയിൽ നിന്ന് മനസ്സിനെ പിൻവലിപ്പിക്കും. അതിന് ഉപയോഗിക്കുന്നതാണ് നേതി വിജ്ഞാതാരമരേക്കേന വിജാനീയ അവിജ്ഞാതം വിജ്ഞാത്ര ഏതോ വാചോ നിവർത്തന്റെ അപ്രാപ്യ സഹ ആത്മാനമേവ ലോക ഉപാസിത. ഇതല്ല നിവൃത്തിപരമാണ്. ഈ വാക്യങ്ങളെല്ലാം മുമ്പ് പലതരത്തിൽ ഇത് ഭാഷ്യകാരൻ ആവർത്തിച്ചിട്ടുണ്ട്. എന്ന വാക്യാന്തരം അല്ലാതെ പ്രവൃത്തിപരം അല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇതിന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്. ജ്ഞാനാദേവ നിർബന്ധം പിടിക്കുന്നത് അതുകൊണ്ടാണ്. ആ ജ്ഞാനം നിവൃത്തിപരമാണ്. ആത്മാവിനെ കുറിച്ച് ഒരാൾ അറിയുന്നു. ഉദാഹരണം പറഞ്ഞു, അതിന് സച്ചിദാനന്ദം എന്നറിയും. സച്ചിദാനന്ദ സ്വരൂപമാണ്. വേറൊരാളതിനെ മനസ്സിലാക്കും നിർഗുണമാണ്. സച്ചിദാനന്ദം എന്നും പറയാൻ വയ്യ, കേവലം നിർഗുണമാണ്. അങ്ങനെ രണ്ട് കാഴ്ചപ്പാട്. ഒന്ന് പറയുന്നത് നിർഗുണമാണ്, വേറൊരാൾ പറയുന്നത് സച്ചിദാനന്ദമാണ്. അപ്പോൾ ഇവിടെ അനൃത ജഡ ദുഃഖരൂപിയാണ് ആത്മാവെന്നുള്ള സ്വാനുഭവം. അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സച്ചിദാനന്ദ സ്വരൂപം. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വിഷയജന്യമായ സുഖാദി അനുഭവത്തിന്റെ ആണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനെ നിഷേധിച്ചു. നേതി അതുമല്ല. അങ്ങനെ നിഷേധിക്കുകയാണ്. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നതോ അത് പാരമാർത്ഥികമായിട്ടുള്ള വ്യാവഹാരികമായിട്ടാണ് അതറിയാൻ പറ്റും. പാരമാർത്ഥികമായിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് അറിയാൻ കഴിയില്ല, വ്യാവഹാരികമായിട്ട് അറിയാൻ പറ്റും. പാരമാർത്ഥികമായിട്ട് എന്താണ്? അവിജ്ഞാതം വിജ്ഞാത്രം യഥാവാചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സാ സഹ. അതാണ് പരമാർത്ഥത്തിൽ. തസ്മത് അനാത്മോപാസന പ്രസംഗ നിവൃത്തി വരുത്തുക എന്ന വാക്യാന്തരം. അതുകൊണ്ട് അനാത്മോപാസന നിവൃത്തി, അതാണ്. ഇതുകൊണ്ട് അനാത്മബോധ നിവൃത്തി ഗീതാഭാഷ്യത്തിൽ പറഞ്ഞു. അപ്രമേയ ആത്മാ വ്യാഖ്യാനിച്ചെടുത്ത് പറഞ്ഞു. ഇതെല്ലാം എന്താണ്? അനാത്മബോധ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഇതിന്റെ പ്രയോജനം. ഇവിടെ സംശയം ഉണ്ടാവും. ആത്മബോധം ആത്മാവിനെ വെളിപ്പെടുത്തുന്നില്ല, ആത്മബോധം അനാത്മാവിനെ നിവർത്തിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? വിശദീകരിച്ചിട്ടുള്ളതാണ്. ആത്മാവിൽ നിന്ന് അനാത്മവസ്തുക്കളെ നിവർത്തിപ്പിക്കുന്ന ബോധം, ആത്മാവിൽ നിന്നും അനാത്മവസ്തുക്കളെ നിവർത്തിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഉപദേശം, ഇത് എന്ത് ബോധത്തെ ഉണ്ടാകുന്നു? പ്രപഞ്ചബോധത്തെയാണ് ഉണ്ടാകുന്നത്. യഥോ വാചോ നിവർത്തന്റെ എന്ന് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ കേൾവിക്കാരൻ എന്ത് ബോധമാണ് ഉണ്ടാകുന്നത്? അനാത്മബോധമല്ലല്ലോ, ആത്മബോധം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. സ്വസ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായ അസന്നിഗ്ധമായ ഒരു ബോധം ഉണ്ടാകുന്നു. ഈ ബോധം, ആ ബോധമാണ് നിവർത്തിപ്പിക്കുന്നത്, ഈ പറഞ്ഞ നിവൃത്തിയെ ഉണ്ടാകുന്നത്. അനാത്മോപാസന പ്രസംഗ നിവൃത്തിയെല്ലാം ഉണ്ടാക്കുന്ന ഈ ബോധമാണ്. ഈ ബോധമില്ലാത്തവൻ അനാത്മോപാസനയിൽ പോകും, ഈ ബോധമുള്ളവൻ അനാത്മോപാസനയിൽ പോകുന്നില്ല.
അപ്പോൾ ഇത്തരം വാക്യങ്ങളിൽ നിന്ന് തീർച്ചയായും ബോധം ഉണ്ടാകുന്നുണ്ട്. ആ ബോധം അജ്ഞാന നിവൃത്തിയെ നൽകുന്നു. അല്ല, ആത്മസ്വരൂപമായ ബോധം അജ്ഞാന നിവൃത്തി ഉണ്ടാക്കുന്നില്ല. അതിനതിന് കഴിയത്തില്ല. ആത്മാവിനെ സംബന്ധിച്ചുള്ള ബോധം അത് അജ്ഞാന നിവൃത്തി ഉണ്ടാകുന്നു. അത് ആത്മാവിൽ നിന്ന് അജ്ഞാനാദികൾ നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ബോധം തന്നെ. ആ ബോധം ആത്മാവിൽ അജ്ഞാന നിവൃത്തിയാണെന്ന് നൽകുന്നത്. ഒരു വസ്തുവിനെ ഏത് തരത്തിലാണോ അറിയുന്നത് ആ ബോധമാണ് അതിനെ സംബന്ധിച്ച് പരമപ്രധാനം. ആത്മാവിൽ അജ്ഞാനാദികളില്ലെന്ന് പറഞ്ഞാൽ, ആത്മാവിൽ പ്രപഞ്ചമില്ലെന്ന് പറഞ്ഞാൽ അതാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധം. അതിന് സഹായിക്കുന്നു നേതി നേതി വിജ്ഞാതാരമരയ്ക്കെന്ന് വിജാനീയ അവിജ്ഞാതം വിജ്ഞാതൃത്വ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാ സഹ തുടങ്ങിയ വാക്യങ്ങളെല്ലാം അവിടെ ആ വാക്യങ്ങളെല്ലാം ആത്മബോധത്തെ ശരിക്ക് ഗ്രഹിക്കാൻ സഹായിക്കുന്നു. അതാ പറഞ്ഞു. അതെങ്ങനെ? നിവൃത്തിയിലൂടെ. ചിലയിടത്ത് നേരെ തിരിച്ച് സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ സ്വസ്വരൂപത്തെ കേവലം ശബ്ദാത്മകമായ ജ്ഞാനത്തില് സച്ചിദാനന്ദം, സത്വചിത്ത്, ആനന്ദം ഇതിന്റെ അനുഭവം പ്രപഞ്ചത്തിലുണ്ട്, വ്യാവഹാരിക ജ്ഞാനമുണ്ട്. ഈ വ്യവഹാര ജ്ഞാനത്തെ പിന്തുടർന്നുകൊണ്ട് ആ സ്വരൂപജ്ഞാനത്തെ ഉണ്ടാകും. ഇത് രണ്ടു തരത്തിലും പറയാം. ആത്മാവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം പരമാർത്ഥത്തിൽ ആത്മാവിനെ ബോധിപ്പിക്കുന്നില്ല. എന്നാൽ ഇത് പ്രമാണജന്യമായ ജ്ഞാനമാണ്, ഇതാണ് ആത്മബോധത്തെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. എന്തുകൊണ്ട്? അത് അനാത്മവസ്തുക്കളെ നിഷേധിക്കുന്നു, തിരസ്കരിക്കുന്നു. അജ്ഞാനത്തിന്റെ പ്രയോജനം അവിടെയാണ്. അനജ്ഞാതത്വ സാമാന്യ ആത്മാ ജ്ഞാതവ്യോ അനാത്മാച്ച. ആത്മാവ് അറിയാൻ പറ്റുന്നില്ല വേദത്തിൽ. അത് അനിർജ്ഞാതമാണ്. വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ അറിയാം, അതും അറിയാൻ വയ്യ. വേദം പഠിച്ചാലേ അറിയാൻ കഴിയും. രണ്ടും ഒരുപോലെയായി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വേദം കയ്യിലെടുക്കുന്നതിന് മുമ്പ്, ശ്രവിക്കുന്നതിന് മുമ്പ് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മതത്വം അറിയത്തില്ല, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചും അറിയത്തില്ല. അതുകൊണ്ട് ആത്മാവും അനാത്മാവും രണ്ടും അറിയേണ്ടതാണ് വേദപ്രമാണത്തിലൂടെ. എന്ന് പറഞ്ഞാലോ തത്ര കസ്മത് ആത്മ ഉപാസന ഏവയത്നം കൊണ്ട് ആത്മബോധത്തിന് യത്നം ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അസ്ഥിതാത്മ്യത്യ ഉപാസിത. ഇവിടെ ആത്മീത്യ ഉപാസിത എന്ന് പറയുന്നത് അവിടെ ആത്മബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാകുന്നതാണ്? അതിനെക്കുറിച്ചെടുത്ത് വിശദമായി വ്യാഖ്യാനിക്കുകയാണ്. ആത്മാവിനെ കുറിച്ച് പരമാർത്ഥത്തിൽ ബോധം ഉണ്ടാകുന്നുണ്ടോ? വ്യാവഹാരികമായ പ്രമാണങ്ങളിൽ നിന്നും ആത്മാവിനെ കുറിച്ച് അജ്ഞാനത്തെ നശിപ്പിക്കത്തക്ക ബോധം ഉണ്ടാകുമോ? ഇതൊക്കെ ചർച്ച ചെയ്യുന്നു. ഇനി ആത്മബോധം ഉണ്ടായാൽ തന്നെ അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നുണ്ടോ? അതെങ്ങനെ സാധിക്കും? കാരണം അതെല്ലാം ഈ വ്യാവഹാരികമായ പ്രപഞ്ചത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പരമാർത്ഥ വിജ്ഞാനം അതുകൊണ്ട് എങ്ങനെ ഉണ്ടാകും? അതാണ് അതിന് അടുത്ത് ചർച്ച ചെയ്യുന്നു. ശാന്തി